ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ശ്രീ എ സുരേഷ് ചേരുന്നുണ്ട്. ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന, സന്തത സഹചാരിയായിരുന്ന, നിഴലായിരുന്ന, ഓരോ സ്പന്ദനങ്ങളും അറിയാവുന്ന ശ്രീ എ സുരേഷ്. ജനൻ ടി വിയിലേക്ക് സ്വാഗതം, എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന്, അങ്ങേക്കിനി അടുത്തൊരു ചർച്ചയുണ്ടെന്നും എനിക്കറിയാം. വളരെ പെട്ടെന്ന് ഈ പരാമർശങ്ങൾ അങ്ങ് കണ്ടു, സുരേഷ് കുറുപ്പ് എഴുതിയത് അങ്ങ് കണ്ടു, പിരപ്പൻകോട് മുരളി പറഞ്ഞത് അങ്ങ് കണ്ടു, നിഷേധങ്ങളും അങ്ങ് കണ്ടു. അടുത്തു നിന്ന് ഇതെല്ലാം കണ്ടയാൾ ശ്രീ സുരേഷ് പറയാം. തീർച്ചയായിട്ടും പെരപ്പങ്കോട് മുരളി പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. 2012 സമ്മേളനത്തിലാണ് അത്തരമൊരു പരാമർശം നടത്തിയെന്ന് പെരപ്പങ്കോട് മുരളി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ആധികാരികമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം പാർട്ടി സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളും മാത്രമേ ആ ഹാളിനകത്ത് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്ത് നടന്നു എന്ന് മാധ്യമ പ്രവർത്തകർക്കോ എന്നെ പോലുള്ള താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾക്കോ അറിയാൻ സാധിക്കില്ല. എങ്കിലും അതിനുശേഷം മാധ്യമങ്ങളിൽ വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തി എന്ന് പറഞ്ഞതിന് ശേഷം വി എസ് ഒരു പ്രതികരണം പൊതുസമ്മേളനത്തിൽ നടത്തി. അത് അസാധാരണമാണ്. കാരണം പാർട്ടി സമ്മേളനത്തിനകത്ത് നടത്തുന്ന വിഷയങ്ങൾ പുറത്ത് ആരും പറയാറില്ല. ആ പ്രതികരണത്തിലൂടെയാണ് നമുക്കെല്ലാം മനസ്സിലായത് അത്തരം ഒരു പരാമർശം ഉണ്ടായി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും പെരപ്പങ്കോട് മുരളി സഭ പറഞ്ഞത് ആധികാരികമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2015 സമ്മേളനത്തിൽ, ആലപ്പുഴ സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടും അതിനുശേഷമുള്ള ആലപ്പുഴ സമ്മേളനത്തിൽ രൂക്ഷമായ അധിക്ഷേപങ്ങളാണ് വി എസിനെതിരെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശം ഉണ്ടായോ എന്നതിനെ സംബന്ധിച്ച് അറിവില്ല. സുരേഷ് കുറുപ്പാണ് ആധികാരികമായിട്ട് പറയേണ്ടത്. ആര് പറഞ്ഞു എന്നതിനെ സംബന്ധിച്ചും അദ്ദേഹം തന്നെയാണ് ആധികാരികമായിട്ട് പറയേണ്ട ആള്. ആ സമ്മേളനത്തിൽ വെച്ച് പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ചും ആ സമരത്തിൽ വി എസിലെ പങ്കിനെ കുറിച്ചും സംശയത്തോടു കൂടിയും ഇകഴ്ത്തൽ നടത്തിയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു സഖാവ്. അതിനുശേഷമുള്ള ചർച്ചയിലൊക്കെ ആകെ വി എസിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള രൂക്ഷമായ ചർച്ചകളായിരുന്നു. അതുകൊണ്ടാണ് സഖാവ് അവിടെ നിന്ന് ആ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വരാൻ കാരണം. ശ്രീ സുരേഷ്, രണ്ട് കാര്യങ്ങൾ കൂടി അങ്ങയുടെ. ഒന്ന്, വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം തൂക്കുകയറിനെ ഭയന്നിട്ടില്ല, പിന്നെയാണോ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ്? വി എസിന് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ തോന്നുമോ? ഒരു ദിവസം ഉദിച്ചപ്പോൾ തൂക്കുകയറിനെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് തോന്നുമോ ശ്രീ സുരേഷ്? അല്ല, ഞാനതാണ് പറഞ്ഞത്. അത്തരം ഒരു പരാമർശം സമ്മേളനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിപ്പോ പെരപ്പങ്കോട് മുരളി പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടായിരിക്കാം വി എസ് ആ പ്രസംഗത്തിൽ അങ്ങനെ സൂചിപ്പിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് എഴുതി വെച്ചത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. സുരേഷ് കുറുപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയോ വിവാദമുണ്ടാക്കാൻ വേണ്ടിയോ ഒന്നിൻ്റെ ഭാഗമായി ആവശ്യമില്ലാത്തൊരു പ്രസ്താവന എവിടെയും നടത്തിയതായിട്ട് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല. ഒരു പക്ഷേ CPM-ലെ ഏറ്റവും മാന്യമായ മുഖങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്ന ഒരാളാണ് ശ്രീ സുരേഷ് കുറുപ്പ്. അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്, ഒരു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും വി എസ് പാർട്ടി അവഹേളിച്ചില്ല. ശ്രീ സുരേഷ്, വി എസിനൊപ്പം നടക്കുന്ന അങ്ങേക്ക്, വി എസിന്റെ ഓരോ ബോഡി ലാംഗ്വേജും മനസ്സിലാവുന്ന അങ്ങേക്ക് എന്തു തോന്നുന്നു? എങ്ങനെ പ്രതികരിക്കുന്നു? എന്താണ് ഈ പാർട്ടിയെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഈ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാംസ്കാരിക നിലവാരത്തിലേക്ക്, പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ ലൈനിനെ കുറിച്ച് അല്ലെങ്കിൽ പാർട്ടി എടുക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് സാധാരണ സഖാക്കളും ജനങ്ങളും എന്ത് മനസ്സിലാക്കണം? അല്ല, സുരേഷ് കുറുപ്പ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലൊരു സൗമ്യ മുഖമാണ്. അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ സമ്മേളനത്തിനകത്ത് നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. സുരേഷ് കുറുപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹമാണത് ആരാണെന്നും അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നും പറയേണ്ടത്. ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ അത്തരമൊരു പ്രയോഗം ആ സമ്മേളനത്തിൽ നടന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ ആ സമ്മേളനത്തിനകത്ത് വി എസിനെതിരെ അതിരൂക്ഷമായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വി എസ് പുറത്തിറങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീ സുരേഷ്, ഒരു കാര്യം കൂടി. ഈ രണ്ട് നേതാക്കൾ നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്ന് എം സ്വരാജ്, ഒന്ന് ചിന്താ ജെറോം. അത് അങ്ങേക്ക് നേരിട്ട് അറിവില്ലാത്ത കാര്യം അങ്ങ് വളരെ മാന്യമായി ഇപ്പോൾ പ്രതികരിച്ചു. അങ്ങേക്ക് അറിയില്ല, പറഞ്ഞവരെ അവിശ്വസിക്കേണ്ട കാര്യവുമില്ല. അത് പോട്ടെ. ഈ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണോ ഇത് കാണിക്കുന്നത്? അതായത് വി എസിനെ അധിക്ഷേപിച്ചാൽ, ഔദ്യോഗിക വിഭാഗത്തിന് അനുകൂലമായി പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ സ്ഥാനം കയറ്റം കിട്ടും, ഭരണം വന്നാൽ മറ്റ് പദവികൾ കിട്ടും. അതിനായി എന്തും ചെയ്യുന്ന തരത്തിലേക്ക് യുവ നേതാക്കൾ അധപ്പതിച്ചോ? അതാണോ ഇന്നത്തെ പാർട്ടിയുടെ ലൈൻ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ വി എസിനെ അധിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രൊമോഷനൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് പറഞ്ഞത് വിശ്വസിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ സുരേഷ്,
ഇതേക്കുറിച്ച് VS ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്നാണ് അങ്ങ് പറയുന്നത് അല്ലെ? തീർച്ചയായിട്ടും VS അത്തരം കാര്യങ്ങളെ കുറിച്ചും പാർട്ടി രഹസ്യങ്ങളെ കുറിച്ചും ഞങ്ങളോട് ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ മാധ്യമങ്ങൾ, നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ പുറത്ത് വാർത്ത വരുമ്പോൾ നമുക്ക് അറിയാവുന്നത് മാത്രമേ ഉള്ളൂ. പാർട്ടി സമ്മേളനത്തിനകത്തോ കമ്മിറ്റിക്കകത്തോ നടന്ന കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് VS സംസാരിക്കാറില്ല. അങ്ങ് പുസ്തകം എഴുതാൻ പദ്ധതി ഇടുന്നുണ്ടോ VSന്റെ? തീർച്ചയായിട്ടും. എപ്പോഴേക്കത് പ്രതീക്ഷിക്കാം ശ്രീ സുരേഷ്? അധികം താമസിയാതെ പ്രതീക്ഷിക്കാം. അതിൽ കുറെ കൂടി അങ്ങിപ്പോൾ വളരെ പൊതിഞ്ഞാണ് സംസാരിക്കുന്നത്. കുറച്ചുകൂടി വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? തുറന്നു പറച്ചിലുകൾ. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ശ്രീ സുരേഷ്. തിരക്കുണ്ടെന്ന് എനിക്കറിയാം, മറ്റൊരു ചാനൽ ചർച്ചയിലേക്ക് പോവുകയാണ് എന്നും അറിയാം. അവസാനമായി ഒരിക്കൽ കൂടി, ഈ പാർട്ടി VSനോട് നീതി പുലർത്തിയോ? ഈ പാർട്ടി നേതൃത്വം VSന് നീതി നൽകിയോ? നോക്കൂ, മരിച്ചു കഴിഞ്ഞ് AKG സെന്ററിൽ കിടത്തുന്നതോ പാർട്ടി പതാക പുറപ്പിക്കുന്നതോ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം അർപ്പിക്കുന്നതോ അല്ല, അതിനപ്പുറം ബസ്സിൽ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതല്ല. ഈ പാർട്ടി VS എന്ന നേതാവിനോട് VSന്റെ ചിത്രം വച്ചാണ് ഇക്കുറിയും പാർട്ടി അധികാരത്തിലെത്തിയത്. വ്യക്തിപൂജ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന പാർട്ടി VSന്റെ പടം വച്ച് പ്രചാരണം നടത്തി. അതിനു മുമ്പും അതിനുശേഷവും അതില്ല. ഈ നേതാവിന് സീറ്റ് നിഷേധിച്ചു. അണികളുടെ വികാരം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം, പ്രത്യേകിച്ച് ഈ CPMനെ പോലൊരു കാഡർ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം പൊട്ടിയപ്പോൾ നിവൃത്തിയില്ലാതെ കേന്ദ്ര നേതൃത്വത്തിനടക്കം പോളിറ്റ് ബ്യൂറോയ്ക്കും CCക്കും അടക്കം വഴങ്ങേണ്ടി വന്നു. പാർട്ടി VSനോട് നീതി പുലർത്തിയോ? അല്ല, അതിലപ്പുറം VSന്റെ 21-ന് VS മരിച്ച ശേഷം 23 വരെയുള്ള ഒഴുകിയ ജനസഹസ്രങ്ങളാണ് VSന്റെ പ്രത്യയശാസ്ത്രത്തോടും VSന്റെ നിലപാടിനോടും VSന്റെ മൂല്യങ്ങളോടും VSന്റെ രാഷ്ട്രീയത്തോടും വിശ്വാസമുള്ള ആളുകളാണ് ഒഴുകിയെത്തിയത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം VSനെ വിശ്വാസമുള്ള ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഉണ്ടെന്നും 6 വർഷം മുമ്പ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് പോയ ഒരു സഖാവിനെ കാണാൻ ആയിരക്കണക്കിന് ആബാധിപൃത ജനങ്ങൾ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, പാതയോരങ്ങളിൽ ഒഴുകിയെത്തെങ്കിൽ അത് VSന്റെ രാഷ്ട്രീയ വിജയം തന്നെയാണ്. മരിച്ച VS ജീവിച്ചിരുന്ന VSനേക്കാളും ശക്തനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ്.